ഇനിയൊക്കെ സൂറത്തു ത്വാഹയിലെ 90-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക. വലഖദ് ഖാല ലഹും, തീർച്ചയായിട്ടും ഖാല ലഹും അവരോട് പറഞ്ഞിരുന്നു. ഖാല എന്താണ് പറയാ, ലഹും അവരോട് പറഞ്ഞു. ഹാറൂൻ, ആര് പറഞ്ഞു? ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? മിൻ ഖബ്ലു, ഇതിൻ്റെ മുമ്പ്. അവരെങ്ങനെ ഓതുക? ഇപ്പോഴും ഇഖ്വാവൊന്നും പലർക്കും മനസ്സിലായിട്ടില്ല. അതെന്താണ്? സാക്കിനാലുവിന് ശേഷം അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഖാഫാണ് അല്ലേ? അത് ഏതല്ല? ഹൽക്കിൻ്റെ അക്ഷരമല്ല, അതുകൊണ്ട് ഇൽഹാറില്ല. പിന്നെ നൗമി എന്ന് പറഞ്ഞ അക്ഷരമല്ല. ഏത്? നൂന് വാവ് മീമ് യാ. അപ്പം ഇതാവും എന്ത് ചെയ്യണം? അപ്പം ഇതാവുമ്പോൾ ഉന്നാണ്. മറ്റേ ലാമറായ ഇതാവും ബില ഉന്നാണ്. ഇത് ഇഖ്ഫാണ്. ഈ നൗമി ശ്രദ്ധിച്ചാൽ നൂന് വാവ് മീമ് യാ അല്ലാത്ത അക്ഷരം വന്ന ഇഖ്ഫാണ്. അപ്പം നീ ഒരു ചെറുങ്ങനെ നൂന് മിൻ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മിൻ എന്ന് പറയരുത്. മിൻ ഖബൽ എന്ന് പറഞ്ഞു നോക്കി. മിൻ ഖബൽ, അതാണ് നമ്മൾ ഇന്നലെ ഓതിയെടുത്ത് പലർക്കും ഇവിടെ ഓദിച്ചപ്പോൾ എന്താണ്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. എല്ലാവരും അതിലേതാണ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. അങ്ങനെ അതുണ്ട് മിൻ ഷർരിൽ. മിൻ എന്നെന്ത് നമ്മളില്ല ഇൽഹാറാക്കരുത്. നൂന് ശരിക്കും പറയരുത്. അതേ സമയത്ത് മൂളി കൊണ്ട് എന്ത് ചെയ്യുക? അങ്ങനെ പോവുക. മിൻ ഖബൽ എന്ന് പറഞ്ഞു നോക്കി. മിൻ ഖബൽ അങ്ങനെ തന്നെ ഓതി ശീലിക്കണം. നമ്മളങ്ങനെ പഠിക്കുമ്പോൾ ഓതി ശീലിച്ചാൽ ശരിയാവും. അപ്പോൾ വലഖദ് ഖാല ലഹും അവരോട് പറഞ്ഞിരുന്നു. ഹാറൂൻ പറഞ്ഞിരുന്നു. മിൻ ഖബൽ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വരുന്നതിൻ്റെ മുമ്പനെ ഹാറൂൻ അലൈഹി സ്വലാം ഇവരോട് പറഞ്ഞിരുന്നു. യാ ഖൗമി, എൻ്റെ ഖൗമേ, ഇന്നമാ ഫുതിൻതും. അവിടൊക്കെ അങ്ങനെ വരണം. ഇന്നമാ ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഇന്നമാ ഫുതിൻതും. നമ്മൾ അർത്ഥം വെച്ചപ്പോൾ അങ്ങനെ പറയുന്നത്. ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഇന്നമാ ഫുതിൻതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുതിൻതും, നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ പഴപ്പിച്ചതാണ്. അതായത് മൂസാ നബി അലൈഹി സ്വലാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഹാറൂൻ എന്ത് ചെയ്തിട്ടുണ്ട്? മിൻ ഖബലാണ്. ഇതിൻ്റെ മുമ്പ് മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചാണ്ട് ചെന്നപ്പോഴാണ് ഇതൊക്കെ പിന്നെ ഇബാരാധന അറിയുന്നത്. അത് മൂസാ നബി അലൈഹി സ്വലാം വന്നതിൻ്റെ ശേഷമല്ല ഹാറൂൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലോ. മൂസാ നബി അലൈഹി സ്വലാം വരുന്നതിന് മുമ്പ് തന്നെ ഇവരിങ്ങനെ പഴപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ അവരോട് ആര് പറയുന്നുണ്ട്? ഹാറൂൻ പറയുന്നുണ്ട്. ഇന്നമാ ഫുതിൻതും, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബിഹി, ഏതുകൊണ്ട്? ആ പശുക്കുട്ടി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടാണ്. അള്ളാഹു തആല അതല്ല പറഞ്ഞത്. പശുക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളെ കോമിനെ പരീക്ഷിച്ചു എന്ന് ആര് പറയുന്നുണ്ട്? അള്ളാഹു തആല പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നമാ ഫുതിൻതും, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വഇന്ന റബ്ബക്കും, തീർച്ചയായിട്ടും റബ്ബ് ആരാണ്? അർ റഹ്മാൻ, ആരാണ്? റഹ്മാനായ അള്ളാഹു ആണ്. ആരല്ല? ഈ പശുക്കുട്ടി അല്ല. ഫത്തബിഊനി, അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളെന്നെ പിൻപറ്റുവീൻ. വാത്തിയോ, നിങ്ങൾ വഴിപ്പെടുവീൻ. അമ്രി, എൻ്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിക്കുകയും. നിങ്ങൾ ആരനുസരിക്കരുത്? സാമരെ നിങ്ങൾ അനുസരിക്കില്ലേ എന്ന് അവരോട് ആര് പറഞ്ഞിട്ടുണ്ട്? ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യുക? മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വരുന്നവരെ ഞാൻ പറഞ്ഞു കേട്ട് നിൽക്കുക. നിങ്ങൾ സാമിരി പറഞ്ഞു കേട്ടിട്ട് എന്ത് ചെയ്യാൻ? നിങ്ങൾ പശുവിനെ ആരാധിക്കാൻ നിങ്ങൾ പോവല്ലേ? നിങ്ങൾ അതിനെ കൂടിയും എന്നിട്ട് എന്ത് ചെയ്യുക? തൽക്കാലം സാമിരിൽ നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോടെ നിൽക്കുകയും എന്ന് ആര് പറഞ്ഞു? ഹാറൂൻ നബി സ്വലാം അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹാറൂൻ നബി സ്വലാം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഖാലു, അവർ പറഞ്ഞു, ലൻ നബ്രഹ, ഞങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും, അലൈഹി, ഈ പശുവിൻ്റെ മേൽ, ആഖിഫീന. ഇത്തിഖാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭജന ഇരിക്കുക. ഇവിടെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അള്ളാഹുവിനുള്ള ഒരു ഇത്തിഖാഫാണ്. പള്ളിയിലെ ഇത്തിഖാഫ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ ഇബാദത്തുമായി മുഴുകുന്നതിനാണ് ഏത് പറയുന്നത്? അതിനാണ് അഖഫ. അതിൽ നിന്നാണ് ഇത്തിഖഫ എന്നുള്ള പദം ഉണ്ടായത്. അപ്പോൾ ആഖിഫീൻ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ യർജിഅ, മടങ്ങുന്നവരെ, ഇലൈന, ഞങ്ങളിലേക്ക്. മൂസാ നബി അലൈഹി സ്വലാം. അപ്പം മൂസാ നബി അലൈഹി സ്വലാം മടങ്ങുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പശുവിനെ ഞങ്ങൾ
ആരായിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ മൂസാ നബി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യം ആലോചിക്കാം. അപ്പോൾ ഇവർ രണ്ടോട്ട് രണ്ട് അഭിപ്രായമുള്ളത്. ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞത് മൂസാ നബി വരുന്നേരം ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ആരാധിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് എന്ത് ചെയ്യാം, ആലോചിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവർ പറഞ്ഞത് എന്താ, മൂസാ നബി അലൈഹി സ്വലാം വരുന്ന വരെ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ആരാധിക്കാം. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം വന്നതിന് ശേഷം ബാക്കി പിന്നെ ഇനി ആരാധനൻ്റെ എന്ത് ചെയ്യണ്ട, പിന്നെ മിസ്സാകേണ്ട എന്ന് നിൽക്കണം. അവർക്ക് അതിൽ അങ്ങനെ രസം തോന്നി. അത്രയും സാമരി എന്ത് ചെയ്തു, വളരെ കഴിവുള്ള ആളാണ് ആര്, സാമരി. അങ്ങനെ എന്ത് ചെയ്തു, മൂസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെ ഞങ്ങൾ ആരാധിക്കാം എന്ന് എന്ത് ചെയ്തു, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കും എന്ന് എന്ത് ചെയ്തു അവർ പറഞ്ഞു. അങ്ങനെ ഏകദേശം നമ്മൾ പറയേണ്ട 12,000 ആളുകളല്ലാത്തവരൊക്കെ ഏതിനെ ആരാധിച്ചു, പശുവിനെ ആരാധിച്ചു. 6 ലക്ഷം ആളുകളിൽ ആണ്, 6 ലക്ഷം അനുയായികളുണ്ട്. അതിൽ 12,000 ആളുകളില്ലാത്തവരൊക്കെ ആരാധിച്ചു, പശുവിനെ ആരാധിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു, ആ സ്ഥലത്തേക്ക് അനുയായികളോട് നടന്നു വരുമ്പോൾ ഇവിടെ ഭയങ്കര ദിക്റും സലാത്തുമാണ്. ഇല്ലേ, ഏത് ദിക്റും സലാത്തും പശുവിന് വേണ്ടിയിട്ടുള്ള ആരാധനയുടെ സൗണ്ട് ഇങ്ങനെ ദൂരം തന്നെ കേൾക്കുന്നുണ്ട്. ആര്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. അപ്പം തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, 70 ആളുകളോട് പറഞ്ഞു, ഒപ്പമുള്ള ആൾക്കാർ പറഞ്ഞു, എന്ത്, ഹാദാ സൗത്തുൽ ഫിത്നത്തി, ഇതൊരു ഫസാദിന്റെ ഫിത്തനയുടെ ശബ്ദം നമ്മളവിടുന്ന് കേൾക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു, മൂസാ നബി സ്വലാം. അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് ആ സൗണ്ട് കേട്ടിട്ട്, നമ്മളെ കോമിൻ്റെ ഒച്ചപ്പാട് കേട്ടിട്ട്, കാരണം ഒരു 5-6 ലക്ഷം ആളുകൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഇതൊരു കുണമുള്ള സൗണ്ടല്ല എന്ന് അപ്പം തന്നെ ആര് പറഞ്ഞു, മൂസാ നബി സ്വലാം പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ വന്നു. അപ്പോൾ കണ്ടപ്പോൾ ആരാധന കണ്ടപ്പോൾ മൂസാ നബി സ്വലാം ആ ദേഷ്യമാണ് പിടിച്ചത്. അള്ളാഹു തആല പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ട്, സംഭവം ഇവിടെ ഉണ്ട്. ഉടനെ തന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ ഏത് പിടിച്ചു, നമ്മൾ ചരിത്രത്തിൽ ഹാറൂൻ നബി സ്വലാമിൻ്റെ വലത്തെ കൈ കൊണ്ട് ഏത് പിടിച്ചു, തല പിടിച്ചു. ഇടത്തെ കൈയിൽ ഏത് പിടിച്ചു, താടിയും പിടിച്ചിട്ട് ഇവിടെ വലിച്ചു. ആരെ, ഹാറൂൻ നബി ഇസ്ലാം. വലത്തെ കയ്യിൽ തലയും പിടിച്ചു, ഇടത്തെ കയ്യിൽ താടിയും പിടിച്ചൊരു ഒറ്റ വലി. ആരെ, ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ. എന്നിട്ടാ ചോദിച്ചത്, അത് ഇതിൽ പറയുന്നില്ല, വേറെ സൂറത്തിൽ പറയുന്നുണ്ട്, താടി പിടിച്ചു വലിച്ചു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഖാല യാ ഹാറൂൻ, ഖാല, എന്നിട്ട് മൂസാ നബി ചോദിച്ചു, യാ ഹാറൂൻ, ഓ ഹാറൂനെ, മാ മനഅക, എന്താണ് നിന്നെ തടഞ്ഞു വെച്ചത്, എന്താണ് നിന്നെ വിരോധിച്ചത്, അപ്പോൾ റഅയ്തഹും, നീ അവരെ കണ്ടപ്പോൾ, ലല്ലു, അവർ പേച്ചു പോയപ്പോൾ എനിക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്, എന്താ ചോദിക്കണത്, അവർ പേച്ചു പോയപ്പോൾ ഹാറൂനെ എനിക്ക് എന്ത് തടസ്സം വന്നത്, എന്താ അതിൻ്റെ അർത്ഥം, എന്താ നോക്കുന്നത് എന്നർത്ഥം അല്ലേ. അവർ പേച്ചു പോയപ്പോൾ എന്താ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ നോക്കി നിന്നത്, എന്താ എനിക്ക് പറ്റിയത്, അവർ പേച്ചു പോയപ്പോൾ. അല്ലാ തത്തബിഅനി, നീ എന്തുകൊണ്ട് എന്നെ പിന്തുടർന്നില്ല, എന്നെ അല്ലാ തത്തബിഅനി പറഞ്ഞാൽ ശരിക്കും അല്ല, അത്തത്തബിഅനിയാണ്. അല്ല എന്നുള്ള ലാമ് ജായിദയാണെന്നാണ്. ജായിദ പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമില്ല, അങ്ങനെ അറബി സാഹിത്യപ്രകാരം കൊടുക്കുന്നതാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിതത്തിൻ്റെ ഭാഗമാണ്. നബി തങ്ങളെ ഭാഷാ സാഹിത്യം പഠിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാം, അറബി ഭാഷയിലെ വലിയ സാഹിത്യത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ട് എന്ന് വരെ ഈ ഖുർആന്റെ ഈ ഓത്തിൽ മനസ്സിലാക്കാം. കാരണം അങ്ങനെ ആ ലാമിൻ്റെ ആവശ്യമില്ലാത്തതിന് അവിടെ അർത്ഥം എന്താവും, അവിടെ ശരിയാവും. പക്ഷെ ആ ലാമ് അവിടെ കൊടുത്തത് ജായിദ എന്ന് പറയും. അറബി കലാമിൽ എന്തുണ്ട്, പ്രയോഗത്തിൽ രസത്തിന് വേണ്ടിയിട്ട് ഏത് കൊടുക്കലുണ്ട്, ചില അക്ഷരങ്ങൾ വെറുതെ കൊടുക്കലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് തയ്ക്കിയതിന് വേറെ വരലുണ്ട്, ഇതല്ല, മനസ്സിലായില്ല. അപ്പം അല്ലാ തത്തബിഅനി, എന്നെ പിന്തുടരുന്നതിൽ എന്ത് ചെയ്തു, നിനക്ക് എന്തു പറ്റി എന്നാണ് ആര് ചോദിക്കുന്നത്, മൂസാ നബി വസല്ലം. അഫഅസൈത അംരി, നീ എതിര് ചെയ്തോ, നീയും എതിര് ചെയ്യുകയാണോ, അംരി, എൻ്റെ കൽപ്പനക്ക്. അതായത് മൂസാ നബി വസല്ലം ചോദ്യം പല രീതിയിലാണ്. എന്തുകൊണ്ട് അവരെ നീ തടഞ്ഞില്ല, അല്ലെങ്കിൽ ചില മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അവരതിൽ വേർപിരിക്കോളം അതിൽ നിന്ന് ഒഴിവാകണം ഈ യുദ്ധം ചെയ്തില്ല. അങ്ങനെ പല ധ്വനികൾ ഏതിലുണ്ട്, ആ ചോദ്യത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പെട്ടെന്ന് എന്നെ എന്ത് ചെയ്തിട്ടില്ല. സംഗതി ഹാറൂൻ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി സ്വലാമിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മൂസാ നബി സ്വലാമിന്റെ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, തൃപ്തിയായിട്ടില്ല. മൂസാ നബി സ്വലാം അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ എന്ത് ചെയ്യില്ല, അവരെ വേഗം ഓടി വന്ന് എന്നെ വിവരം നീ
അറിയിച്ചില്ല. അപ്പൊ എൻ്റെ കൽപ്പനക്ക് നീ എതിര് ചെയ്തല്ലോ, അപ്പൊ നീ ആ കൂട്ടത്തിൽ പെട്ടുപോയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? മൂസാ നബി ഇസ്ലാം അവിടെ ചോദിച്ചത്. അത് പറയാൻ എന്താ അത് മൂസാ നബിൻ്റെ അതേ സംശയം ആർക്കുണ്ട്, കുഞ്ഞാനൊക്കെ ഉണ്ട്. എന്താ ഹാറൂൻ നബി പോയി പറയാൻ ചെയ്യുന്നത്? ഹാറൂൻ നബിൻ്റെ കേട്ടപ്പോൾ മൂസാ നബി കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? ശരി തന്നെയാണ്, കുറച്ചൊക്കെ മൂസാ നബി പറഞ്ഞിടത്ത് ന്യായം ഉണ്ട് എന്നാണ്. ഞാൻ ഹാറൂൻ നബി പറഞ്ഞേട്ടാ എന്ത് ചെയ്യും? നമുക്ക് തോന്നുന്നതും ശരിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റ് മദ്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ അസൈത അംറി, എന്തുകൊണ്ടാണ് നീ എൻ്റെ കൽപ്പനക്ക് എതിര് ചെയ്തത് എന്ന് ആര് ചോദിച്ചു? മൂസാ നബി അലൈഹി സ്വലാം ആരോട് ചോദിക്കുകയാണ്? ഹാറൂൻ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? പിന്നെ അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതുകൊണ്ട് കൈകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തടയുക, അല്ലെങ്കിൽ ആ ആളുകളുമായി എന്ത് ചെയ്യുക? ബന്ധം വേർപ്പെടുത്തുക. അത് അങ്ങനത്തെ എന്തെങ്കിലും പണി എന്ത് ചെയ്യണം? ദീൻ്റെ ആളുകൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ അല്ലാതെ അവിടെ വെറുതെ എല്ലാം കണ്ട് എല്ലാ തിന്മയും ഉൾക്കൊണ്ട് അവിടെ നിൽക്കുന്നതിൽ എന്തില്ല? ആ മുഅ്മിൻ എന്തില്ല? മസ്ലഹത്ത് ഗുണം ഇല്ല എന്നാണ് ഈ ആയത്തിൻ്റെ ചോദ്യം വഴിയും അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ യൂസൈ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തൊരു സംഭവം കാണാം. മഹാനായ യൂസൈ നബി അലൈഹി ഇസ്ലാം ഇസ്രായേലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഖബറടക്കിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ മീനുമായി നടന്ന അൽക്കൈഫ് കാലലി ഫത്താഹു എന്ന് പറയണില്ലേ? ആ ഫത്താഹാണ് ഫത്താഹ് എന്ന് പറയുന്ന ആളാണ് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം. ആ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അള്ളാഹു തആല അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വഹി നൽകിയെന്ന ഇന്നി മുഹ്ലിക്കും മിൻ ഖൗമിക 40,000 മിൻ ഖിയാരിഹിം വസിദ്ദീന അൽഫൻ മിൻ ശറാറിഹിം എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ കൗമിൽ നിന്ന് 40,000 നല്ല മനുഷ്യന്മാരെയും 60,000 മോശം മനുഷ്യന്മാരെയും ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു തആല എന്ത് ചെയ്തു? വഹി നൽകി. 40,000 നല്ല മനുഷ്യന്മാരെയും 60,000 തെമ്മാടികളെ ഒന്നിച്ച് നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു തആല എന്ത് ചെയ്തു? പിന്നെ വിവരം നൽകി. അപ്പോൾ ചോദിച്ചു, പ്രവാചകൻ ചോദിച്ചു, പഠിച്ചവനെ, മോശം മനുഷ്യന്മാരെ എനിക്ക് നശിപ്പിക്കാം, പക്ഷെ നല്ല മനുഷ്യന്മാരെ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്ന് ആര് ചോദിച്ചു? ആ പ്രവാചകൻ ചോദിച്ചു. അപ്പം എന്ത് ചെയ്തു? അള്ളാഹു തആല അതിന് മറുപടി, ഇന്നഹും ലം യഗ്ളബൂ ലിഅളബി, ഞാൻ വെറുക്കുന്ന സംഗതിക്ക് ഒരു സംഗതിയോട് അവർക്ക് എന്തുണ്ടായില്ല? വെറുപ്പ് ഉണ്ടായില്ല. എനിക്ക് വേണ്ടിയിട്ട് അവരെന്തില്ല? ആ വിഷയത്തെ അവർ വെറുത്തില്ല, അതിനെ വിരോധിച്ചില്ല. ആ ഫസാദിനെ അവരെന്ത് ചെയ്യും? അവർ സൈലൻ്റായിട്ട് എന്ത് ചെയ്തു? അങ്ങനെ മൂളി വിട്ടു. അതുകൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവരും തെറ്റുകാരെ പോലെയാണ് എന്നാണ്. അപ്പോൾ തിന്മ കാണുകയും അത് തടയാനുള്ള എന്തെങ്കിലും ഭാഗങ്ങളും ശ്രമങ്ങളും മുഅ്മിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? ഉണ്ടാകണമെന്നാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ അതിൻ്റെ ബാക്കി ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഹാറൂൻ അലൈഹി സ്വലാം പറയുന്ന മറുപടി എന്താണ്? അപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞു, യബ്ന ഉമ്മ, എൻ്റെ ആ ഉമ്മാൻ്റെ മകനെ സ്നേഹത്തിൽ വിളിച്ചതാണ്. ലാ തഖുദ് ബിൽഹിയതി വലാ ബിറഅസി, ലാ തഖുദ്, നിങ്ങൾ പിടിക്കല്ലേ, ബിൽഹിയതി, എൻ്റെ താടിയും, വലാ ബിറഅസി, എൻ്റെ തലയും നിങ്ങൾ പിടിക്കല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തം പിടിച്ചിരിക്കുന്ന മനസ്സിലായത് അല്ലേ? വലത്തെ കൈ കൊണ്ട് തലയും ഇടത്തെ കൈ കൊണ്ട് താടി ഇങ്ങനെ പിടിച്ചിട്ട്, ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് ചോദിക്കണത്. മനസ്സിലായില്ലേ? ഇത് പറയുമ്പോൾ ഏത് വിട്ടിട്ടില്ല? പിടുത്തം വിട്ടിട്ടില്ല. അത് പിടിക്കല്ലേ. വേറെ ആയത്തിൽ കാണാം, പിന്നെ പരിശുദ്ധ ഖുർആനിലെ വേറെ ആയത്തിൽ കാണാം, അങ്ങനെ പിടിച്ചപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞു എന്നാണ്. എന്താ? ഇന്നൽ ഖൗമ ഇസ്തദഅഫൂനി വകാനു യഖ്തുലൂനനി ഫലാ തുശ്മിത് ബിൽ അദാ. ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞു, മൂസാ നബി സ്വലാമിനോട് പറഞ്ഞു, മൂസാ നബി ഒന്ന് വിടി, ശത്രുക്കളെ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നിങ്ങനെ കാട്ടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ശത്രുക്കളെ നിങ്ങളിങ്ങനെ വഷളാക്കില്ലേ? ഇത് കാണുമ്പോൾ അവർക്കൊന്നും കൂടി എന്താവും? സന്തോഷമാവും. കാരണം എന്താണ്? ഹാറൂൻ നബി സ്വലാം ഇതിന് മുമ്പ് കുറേ അവർ വെറുക്കപ്പെട്ടവനായി മാറിയിട്ടുണ്ട് ആരുടെ മുമ്പിൽ. ഇപ്പോൾ ലാസ്റ്റ് ഹാറൂൻ നബിക്ക് ഇതും കൂടെ കിട്ടുന്നത് കാണുമ്പോൾ ആർക്ക് സന്തോഷവും? ശത്രുക്കൾ സന്തോഷവും എന്നൊക്കെ പറഞ്ഞ വേറെ ആയത്തിൽ കാണാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? യാ ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിൽഹിയതി വലാ ബിറഅസി, എൻ്റെ താടിയും മുടിയും നിങ്ങൾ പിടിക്കല്ലേ. ഇന്നി ഖശീതു, തീർച്ചയായിട്ടും ഞാൻ പേടിച്ചു, അൻ തഖൂല, നിങ്ങൾ പറയും, വന്നിട്ട് നിങ്ങൾ പറയും, ഫറഖ്ത, നീ രണ്ട് ശേരിയാക്കി, ബൈന ബനി ഇസ്രായീൽ, ആർക്കിടയിൽ? ബനി ഇസ്രായേൽക്കിടെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പാക്കി ഹാറൂനെ. എന്തെന്ത് ചെയ്യും? നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ഒന്ന് പറയും വലൻ തർഖബ് ഖൗലി, എൻ്റെ വാക്കിനെ നീ പ്രതീക്ഷിച്ചില്ല, ഞാൻ വരുമ്പോൾ തന്നെ നടപടി എടുത്തിട്ട്, അങ്ങനെയും പറയുമല്ലോ. ഞാൻ വരുമ്പോൾ യുദ്ധം ചെയ്തിട്ട് ആളുകളെ എന്ത് ചെയ്തു, ആകെ 2 ഗ്രൂപ്പാക്കി മാറ്റിയില്ല ഹാറൂനെ. ഞാൻ വന്നിട്ടൊരു തീരുമാനം ആലോചിച്ചാൽ പോരായിരുന്നു, അതുവരെ ഇത് ക്ഷമിച്ച് നിൽക്കണ്ടേ എന്ന് നിങ്ങൾ പറയാൻ ചാൻസ് ഇല്ലേ? ഒരു സമൂഹത്തെ 2ആക്കി മാറ്റിയില്ലേ ജി, എനിക്ക് ഇത്ര അന്തം ചെയ്യുന്നൊക്കെ ചിലപ്പോൾ വന്നിട്ട് തിരിച്ച് ആര് ചോദിക്കാൻ സാധ്യതയുണ്ട്? മൂസ അലൈഹി സ്വലാം ചോദിക്കാൻ സാധ്യത. മാത്രമല്ല ഇവരവിടെ ഇട്ടുകൊണ്ട് ഞാൻ പോയാൽ എന്ത് ചെയ്യും, ഇവരവിടെ ഇട്ടുകൊണ്ട് നിങ്ങളടുത്ത് പരിഹാരം ഒന്നിരിക്കും എന്ത് ചെയ്യണം, അവരായിട്ട് യുദ്ധം ചെയ്യണം. അപ്പം എന്താവും, 2 ഗ്രൂപ്പായിട്ട് ആകെ രക്തച്ചൊരിച്ചില്ലോ. അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ വാക്ക് കേട്ടിട്ട് അങ്ങനത്തെ നടപടിക്ക് പോരായിരുന്നോ എന്ന് ചിലപ്പോൾ അപ്പം പിന്നെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആര്? മൂസ അലൈഹി സ്വലാം. അല്ലെങ്കിൽ ഇവരിട്ടിട്ട് മൂസ നബി സ്വലാം ഓടി പറയണം. അപ്പോൾ ഇവരെന്താവും, അപ്പോൾ തന്നെ ഇവരെന്താവും, ബാക്കി കൗമ എല്ലാവരും കൂടി എന്താവും, ഇവർ തമ്മിൽ ഭയങ്കര 12,000 ആളുകൾ ഇവർ തമ്മിലെന്താവും കഠിനമായ യുദ്ധം നടക്കുമെന്നാണ് ആരും. കാരണം ഇവരൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് ആരുടെ ഭാഗത്തുണ്ട്? ഹാറൂൻ അലൈഹി സ്വലാമിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇവർ മൂസ നബി സ്വലാം ഹാറൂന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടി ആരെടുക്കും? ഇവരെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ ആകെ പകുതി സമൂഹം ചിലപ്പോൾ എന്താവും, അവിടെ ഇല്ലാതെയാവും. സമൂഹം എന്ത് പറ്റ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയ പ്രസാദമാവും. അപ്പോൾ ഞാൻ വരോളം കാത്തിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നാണ് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ എന്തുണ്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ അവിടെ അങ്ങനെ നിന്നത്. ഫമ ഖത്ബുക യാ സാമിരി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മൂസാ നബി സ്വലാം സാമിരിയോട് ചോദിക്കണേ, സാമിരി ഇനി എന്താ നിന്റെ വിശേഷം? ഖാല, അപ്പോൾ സാമിരി പറയും ബസർതു, ഞാൻ കണ്ടു, ബിമാ ലം യബ്സുറു ബിഹി, ഇവർ കാണാത്ത ഒന്ന് ആര് കണ്ടു? ഞാൻ കണ്ടു. ബിമാ ഒന്നുകൊണ്ട് കണ്ടു, ലം യബ്സുറു അവർ കണ്ടിട്ടില്ല, ബിഹി ആ ഒന്നിനെ. അപ്പോൾ ഇവർ കാണാത്തതൊക്കെ ഞാൻ കണ്ടു. അതെന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാം പോകുമ്പോൾ കുതിര കുളമ്പടി തട്ടിനോടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പുല്ല് മുളക്കുന്നുണ്ട്. അതാണ് ആര് കണ്ടത്? സാമിരി കണ്ടു. ഫഖബലതു ഖബലതൻ മിൻ അസരി റസൂൽ, ഫഖബലതു അങ്ങനെ ഞാനൊരു പിടിയെടുത്തു. ഒരു കയ്യെ നിറച്ച് കഫ് നിറച്ചെടുക്കുന്നതിനാണ് ഇത് പറയാ ഖബല എന്ന് പറയും. ഖബലത്തൻ ഒരു പിടി ഞാനെടുത്തു, മിൻ അസരി റസൂൽ ആ റസൂലിന്റെ കാൽ ചുവട്ടിൽ നിന്ന്, അതാ നബിയുടെ കുതിരക്കുളമ്പടിയുടെ കാൽഭാഗത്ത് ഞാനൊരു പിടിയെടുത്തു. ഫനബദതുഹ എന്നിട്ട് ഞാൻ അതിലിട്ടു, അത് ഈ പശുവിൽ ഇട്ടു. നബദാറിന് എന്താണ്? ഇട്ടു. വകദാലിക സവ്വലത് ലീ നഫ്സി, അങ്ങനെയാണ് എനിക്ക് എൻ്റെ മനസ്സ് എന്തായത് തോന്നിപ്പിച്ചത്. കദാലിക അപ്രകാരം സവ്വലത്ത് തോന്നിപ്പിച്ചു, ലീ എനിക്ക്, ഏത് നഫ്സി എൻ്റെ നഫ്സ് അങ്ങനെ തോന്നിപ്പിച്ചു. അങ്ങനെ നന്നായി തോന്നി, അരട്ടത്ത നന്നാവും, അതിന് ജീവൻ വെക്കുന്നക്കാർക്ക് തോന്നി, എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, എനിക്കത് നല്ല റാഹത്ത് തോന്നി എന്നാണ് പറയുന്നത് സമരി. കണ്ടിട്ടുണ്ട് മൂസാ ഇസ്ലാമായിട്ട് ജിബ്രീൽ ഇസ്ലാമുള്ള മുലാഖാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ജിബ്രീൽ ഇസ്ലാം പോകുമ്പോൾ കുതിരക്കുളമ്പടി അസറിൽ നിന്ന് മുളക്കുന്നത് കാണാനുള്ള ഭാഗ്യം ആർക്കുണ്ടായിട്ടുണ്ട്? സാമിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാമിരിയെ തന്നെ വളർത്തിയ ജിബ്രീൽ അലൈഹി ഇസ്ലാം, ഏകനായ അനാഥ കുട്ടിയായ സമയത്ത് അതിനെ വളർത്തിയത് തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പേര് മൂസയാണ് എന്നും ബനി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പിന്നെ നമ്മളെ മുഫസ്സിറുകളും പലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നു. അപ്പം ജിബ്രീലുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ആർക്കുണ്ട്? സാമിരിക്ക് ഉണ്ട്. അതുകൊണ്ട് ഔലിയാകണമെന്നില്ല, സാമിരി ഔലിയല്ല. അല്ല, ആ നിലക്ക് ഔലിയാക്കളല്ലാത്തവരും ചിലപ്പോൾ എന്ത് ചെയ്യും, മലക്കുകളെ കാണും. മനസ്സിലായില്ല? അപ്പോൾ ബദറിലൊക്കെ ഇബ്ലീസ് അടക്കം ആരെ കണ്ടിട്ടുണ്ട്? മലക്കുകളെ കണ്ടിട്ടുള്ള ഇറങ്ങി ഓടിയത്. അത് ഔലിയായിട്ടതല്ല അല്ലേ? ഇബ്ലീസ് ബദറിൽ മുന്നിൽ പോയപ്പോൾ ലാസ്റ്റ് ഓട്ടം. എന്താ പറഞ്ഞു വെച്ചാൽ അതിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾ കാണാത്തൊക്കെ പലതും ഇപ്പം ഞാൻ കാണുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ഇബ്ലീസ് പറഞ്ഞത്. സാമിരി കണ്ടു എന്നുള്ള ക്വാളിഫിക്കേഷൻ അല്ല. കാരണം എന്താണ്, ബദറിൽ പങ്കെടുത്ത മുശ്രിക്കുകൾ പറയുന്നുണ്ട്. കാരണം എന്താ സംഭവിച്ചെന്നറിയാം. കാരണം എൻ്റെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ നിൽക്കുക, തല ഇങ്ങനെ കൊഴിഞ്ഞാടുന്നുണ്ട് എന്ന്. മനസ്സിലായില്ല? ഓരോരുത്തർ വന്നിട്ട് കുതിരപ്പുറത്തൊക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ട് വെട്ടുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിലായത്തുണ്ടായി ചിലപ്പോൾ നടപടി എന്നാൽ വിലായത്തുണ്ടായതുകൊണ്ട് എല്ലാത്തവരും ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ കാഴ്ചകൾ എന്ത് ചെയ്യാം, കാണാം. അതൊന്നും എന്തില്ല, വിലായത്ത് എന്തല്ല ഒരു ക്വാളിഫിക്കേഷൻ അല്ല. അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ സാമിരിയ ജിബ്രീൽ അലൈഹി സ്വലാം വളർത്തിയത് കൊണ്ട് എന്താണെന്നില്ല, അയാൾക്ക് സന്മാർഗം പൂർണ്ണമായ അവസാന സന്മാർഗത്തിലാകണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പിന്നീട് സാമിരി തിരിച്ച് മടങ്ങുന്നുണ്ട്, അവനക്ക് നല്ല നടപടി വരുന്നുണ്ട്. ആർക്കെതിരെ? സാമിരിക്കെതിരെ ശേഷം പറയുന്നുണ്ട്, ശിക്ഷ വരുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വളർത്തി എന്നതുകൊണ്ട് നന്നാണ്. അതാ പറയുന്നത്, പ്രവാചകന്മാരെ ഭാര്യമാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാം, പിന്നെ ഭാര്യ, മറ്റുള്ള നൂഹ് നബി സ്വലാമിന്റെ ഭാര്യ, അവരൊക്കെ നല്ല സംരക്ഷണത്തിൽ വളർന്നു എന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഹിദായത്ത് കിട്ടണം എന്നില്ല എന്നർത്ഥം.
അപ്പോൾ അപ്പോൾ മൂസാ അലൈഹി സ്വലാം ഫദ്ഹബ്, നീ പോവുക, ഫൈനലക ഫിൽ ഹയാത്തി, തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിലുണ്ട്, അൻ തഖൂല, നിനക്ക് പറയലുണ്ട്, ലാ മിസാസ. ലാ മിസാസ എന്താ പറയാ അതിൻ്റെ അർത്ഥം? ലാമസ എന്താണ്? ലമസ ഔ ലാമസ്തുമുൻ നിസാ അല്ലേ? ലമസ തൊട. നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാ? നിനക്ക് ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു വകുപ്പുണ്ട്. ലാ മിസാസ, തുടരുത്, എന്നെ തുടരുത് എന്നാണ്. കാരണം സാമരി അത്രയും ബഹിഷ്കരണം. അതായത് പിന്നീട് ചരിത്രത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് പല കാരണങ്ങളുണ്ട്. സാമരിയെ ഒരാളും എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല. മാത്രമല്ല സാമരിയെ തൊട്ടാൽ അയാൾക്കും കൂടെ എന്തിണ്ടിരുന്നു, ചില പ്രത്യാഘാതങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് പിന്നെ തൊട്ടാൽ സാമരിക്കും രോഗങ്ങൾ വന്നിരുന്നു. ആർക്കും രോഗം വന്നിരുന്നു? തൊട്ടോന് രോഗം വന്നിരുന്നു. അതുകൊണ്ട് ആരും സാമരിയായിട്ട് ഒരു കണക്ഷനും ഒരു ബന്ധവും ഇല്ലാതെയായി. സാമരിക്ക് രോഗം വന്നു, തൊടനോ രോഗം വന്നു. അതുകൊണ്ട് ആരും സാമരി തന്നെ പറയും, കാരണം എന്നെ തൊടണ്ടാന്ന്. തൊട്ട അതിനനുസരിച്ച് രോഗങ്ങൾ കൂടാണ്. ആർക്ക്? സാമരിക്ക്. തൊടുന്നോന് അസുഖം വരണം. അപ്പൊ ഏറ്റവും നല്ല മസ്ലഹത്ത് എന്താണ് അവിടെ? എന്നെ തൊടണ്ടെന്ന്. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ദോഷം വരികയാണെങ്കിൽ സാമരിക്ക് അവിടെ പ്രശ്നം ചെയ്യുന്നു. സാമരിനെ തൊടണമെന്ന് പ്രശ്നമാണെങ്കിൽ സാമരിക്ക് എല്ലാവരും പോയി തൊടാമായിരുന്നു. ഇതങ്ങനെയല്ല പ്രശ്നം. ആരെ അവിടെ തൊടണം അതിനനുസരിച്ചൊക്കെ സാമരിക്ക് എന്ത് ചെയ്യും? അസുഖം കൂടുകയാണ്. എന്നാൽ തൊടനോനും അസുഖമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, സ്പർശനം പാടില്ല. അപ്പൊ സാമരി എല്ലാവരോടും മരിക്കണ വരെ സാമരി പറയും, എന്നെ ആരും തൊടരുത്, എന്നെ ആരും തൊടരുത്, എല്ലാവരോടും പറയും എന്നെ തൊടരുത് എന്ന് പറയുന്ന അത്രയും ഒരു ബഹിഷ്കരണത്തിന്റെ അവസ്ഥയിലേക്ക്, നിന്ദിതമാവുന്ന അവസ്ഥയിലേക്ക് ആര് മാറി? സാമരിയെ മാറ്റി. തൊട്ടോനെ പ്രശ്നം ഉണ്ടാവില്ല. സാമരിയെ തൊട്ടോനെ എന്നുള്ളൂ പ്രശ്നമുള്ളൂ. വൈന്നലക്ക തീർച്ചയായിട്ടും നിനക്കുണ്ട് മൗഇദൻ, ഒരു വാഗ്ദാത താക്കീത് സമയമുണ്ട്. അതായത് ഇനി ഇത് ദുന്യാവിലെ ശിക്ഷയാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ കബറിൽ വെച്ചിട്ട് പരലോകത്ത് വെച്ചാൽ എനിക്ക് വേറെ എന്തുണ്ടോ? വേറെ ശിക്ഷകൾ ഉണ്ടാവും. ലൻ തുഖ്ലഫ, ലംഘിക്കപ്പെടാത്ത അലംഘനീയമായ ഒരു ശിക്ഷ നിനക്ക് ഇവിടെ ഉണ്ട്, നാളെ പരലോകത്തുണ്ട്. വന്ദുർ ഇലാഹിക്ക, നീ നോക്കുക, നിന്റെ ഇലാഹിലേക്ക് നോക്കുക. അല്ലദീ ലൽത അലൈഹി, അല്ലദീ എങ്ങനത്തെ ഇലാഹാണ്? ലൽത അലൈഹി, അതിൻ്റെ മേൽ നീ ആയിരുന്നു. ആഖിഫൻ, ആരാധിച്ചിരുന്നു. ആ ഇലാഹിനെ എടുത്തു. ആര്? മൂസാ അലൈഹി സ്വലാം. എന്നിട്ട് തീയിലിട്ടിട്ട് കത്തിച്ചിട്ട് പൊടിയാക്കി ഭസ്മമാക്കിയിട്ട് പറഞ്ഞതാ എൻ്റെ വലിയ ബഹുമാനപ്പെട്ട ഇലാഹിനതാ. കൊഞ്ചിപ്പോൾ ആരാധിച്ചിരുന്ന ഇലാഹല്ലേ, അതിനതാ നോക്ക്, ആ ഇലാഹിനെ നോക്ക് എന്ന് തീയിലിട്ട് കരിച്ച് പൊടിച്ച് കാണിച്ചു കൊടുത്തു. ആര്? മൂസാ നബി അലൈഹി സ്വലാം. നുഹരിക്കന്നോ, അതിനെ ഞാൻ തീർച്ചയായിട്ടും ഹറക്കാരൻ എന്താണ്? കരിക്കുകയാണ്. സുമലൻസിഫന്ന, പിന്നീട് നെസഫാറിനെ പൊടിയാക്കുക. പിന്നീട് ലൻസിഫന്ന, തീർച്ചയായിട്ടും ഞാൻ ഭസ്മമാക്കും. ഫില്യമ്മി, എന്നിട്ട് നീ കടലിൽ ഒഴിക്കും. നസ്ഫൻ, ഒരു ഭസ്മമാക്കിയിട്ട് ഞാൻ അതിനെ കടലിൽ ഒഴിക്കും. പൊടിച്ച് കാണിച്ചു തരാം. എന്നിട്ട് മൂസാ നബി സ്വലാം അതിനെ എടുത്ത് തീയിലിട്ട് കരിച്ച് പൊടിച്ചിട്ട് എന്ത് ചെയ്തു? കടലിൽ ഒഴിക്കി. ഞാൻ അത് പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഭസ്മം കടലിൽ ഒഴിക്കുന്നത് തെളിവ് ഇതാണ് എന്ന് എന്ത് ചെയ്യണ്ട, അതിന് തെളിവല്ല. അങ്ങനെ ചെയ്താലും അതിന് കാര്യമൊന്നുമില്ല. മൂസാ നബി സ്വലാം അതിനുള്ള ദേഷ്യം കൊണ്ട് ഒരു കഴിവില്ല, ഒന്നിനും പറ്റാത്ത സാധനമാണ് എന്ന് നിൽക്കുകയാണ് ഇവിടെ മൂസാ നബി സ്വലാം ചെയ്തത്. ചിലർ ഭസ്മമാക്കി കടലിൽ വയ്ക്കുന്ന ദൈവങ്ങൾക്ക് മറ്റുള്ള നടപടി വരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് കുറേ പൊടിയായി പലയിടത്തായി പിന്നെ ഇലാഹ് കുഴങ്ങും എന്നാണ് അവരുടെ വിശ്വാസം. ആ നിലക്കല്ല ഇത്, മനസ്സിലായില്ലേ? എല്ലാ പൊടിയും കൂടി മലക്കൾ കൊണ്ടുവരെ കുറച്ച് പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ചിലവർ എന്ത് ചെയ്യുന്നത്, ഭസ്മീകരിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് എന്താണ്, ഒന്നിനും പറ്റാത്ത സാധനം, ഒന്നിനും കഴിവില്ല, ആകെ പൊടിച്ച് തുമ്പില്ലാതായി ഇനി മത്സ്യങ്ങളും മറ്റവരൊക്കെ തിന്ന് ചളിവിലായി പോകുന്ന ഈ ഇലാഹാണ് ആരാധിപ്പിച്ചത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നമാ ഇലാഹുക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇലാഹ് അല്ലാഹു, ആരാണ്? അള്ളാഹുവാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. വസിയ കുല്ലി ഷൈഇൻ ഇൽമ, അവൻ്റെ ഇൽമ് വസിയ കുല്ല ഷൈഇൻ, വസിയാന വിശാലമാണ്, കുല്ല ഷൈഇൻ എല്ലാ വസ്തുവിലേക്കും വിശാലമാണ്, ഇൽമൻ അവൻ്റെ ഇൽമിനാൽ അറിവിനാൽ ഏത് വസ്തുവിലേക്കും അവൻ ഇൽമെന്നാണ് വളരെ വ്യാപിച്ചു കിടക്കണം. എന്തും, ഒരു പച്ചയും ഒരു ഉണക്കയും ഓരോ കുഴയുന്ന ഇലയും അല്ലേ, എന്തൊക്കെ ഭൂമിൻ്റെ അടിയുള്ള സാധനങ്ങൾ, ആകാശത്തിൻ്റെ മുകളിലെ സാധനങ്ങൾ, ഇപ്പോൾ ഭൂലോകമാകുള്ള സംഗതികൾ അവനറിയാതെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇളകുന്നില്ല, ചലിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് അവരോട് ആര് പറഞ്ഞു കൊടുത്തു? മഹാനായ മൂസാ നബി സ്വലാം പറഞ്ഞു കൊടുക്കണം. അതാണ്
ഇതുവരെ ഉണ്ടായ അപ്പോൾ ഇത് ഇപ്പം പറയുന്ന ചുരുക്കം എന്താണ്? സലാഹത്തിന് തിരിച്ചു വന്നു, സാമരിക്കെതിരെ നടപടിയെടുത്തു, യഥാർത്ഥ ഇലാഹിലേക്ക് ആ സമൂഹത്തെ എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവന്നു എന്നാണ്. അള്ളാഹു തആല പറഞ്ഞു കേട്ടെല്ലാം നാഫിയ അൽമാക്കി മാറ്റുമാറാകട്ടെ. നീ വെച്ചോളി.